ഹലോ ഫുഡീസ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി അപ്പം, ചപ്പാത്തി, റൈസ് അങ്ങനെ എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷനായിട്ട് പോകുന്ന നമ്മുടെ മഷ്റൂം മസാലയുടെ റെസിപ്പി നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ മഷ്റൂമിൻ്റെ ഏറ്റവും പുറമേയുള്ള പാട പോലത്തെ ആ ഒരു തോട് കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുന്ന മഷ്റൂമാണിത്. ഇനി നമുക്കിത് ഒരെണ്ണം 4ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒത്തിരി വലുതാണെങ്കിൽ നിങ്ങൾക്ക് 5ഓ 6ഓ ഒക്കെ ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. മഷ്റൂമിൻ്റെ വലിപ്പം നിങ്ങളുടെ ഇഷ്ടത്തിന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ. ഇപ്പം ഞാനിവിടെ എല്ലാം തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് അല്പം മഞ്ഞൾപ്പൊടിയും അല്പം വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് മാറ്റി വയ്ക്കാം. ഒരു 10-15 മിനിറ്റ് നേരമെങ്കിലും നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം, ഇതുപോലെ മഞ്ഞൾപ്പൊടി വെള്ളത്തിലിട്ട്. അപ്പോൾ നമ്മൾ കൂൺ എപ്പോൾ കുക്ക് ചെയ്യാൻ നോക്കിയാലും അതിന് മുന്നേ ആയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണം. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ കൂണിൽ വിഷാംശം ഉണ്ടെങ്കിൽ അത് പോയി കിട്ടും. അതിപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിലും ശരി, നമ്മുടെ പറമ്പിൽ നിന്നൊക്കെ കിട്ടുന്ന കൂണാണെങ്കിലും ശരി, ഏത് കൂണാണെങ്കിലും നമുക്കിതുപോലെ ഒന്ന് ചെയ്തെടുക്കണം. ഒരു 15 മിനിറ്റെങ്കിലും നമുക്കിതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് പലതവണ നമുക്കിതൊന്ന് കഴുകിയെടുക്കണം. കഴുകി പിഴിഞ്ഞ് അതിലെ വെള്ളമെല്ലാം നന്നായിട്ട് തന്നെ നമുക്കൊന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ അങ്ങനെ കളഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന കൂണാണിത്. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം. അത് കയ്യിലിട്ടൊന്ന് പൊടിച്ച് ഞെരടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1-2 ടീസ്പൂൺ അധികം പുളിയില്ലാത്ത തൈര് കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ മിക്സ് ചെയ്ത് ഇതിലേക്ക് മസാലകളൊക്കെ ഒന്ന് പിടിക്കുന്നതിനായിട്ട് നമുക്ക് കുറച്ച് നേരത്തേക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട ഗ്രേവി തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ ചൂടാകാനായി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം, ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു ഗ്രാമ്പു എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് പിന്നീട് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പൊക്കെ ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പിലയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി നമുക്കൊന്ന് ചതച്ചെടുത്തതും കൂടി ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സവാളയുടെയൊക്കെ കളറൊന്ന് മാറി വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മീറ്റ് മസാല. അപ്പോൾ ഇത്രയും പൊടികളാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ പൊടികളെല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പൊടികളുടെ പച്ചമണം മാറി വരുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്ത് വഴറ്റിയെടുക്കാം. അപ്പോൾ പൊടികൾ ചേർക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഫ്ലെയിം എപ്പോഴും ലോ ആക്കി വെക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പഴുത്ത തക്കാളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരാനായിട്ട്, പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് നമുക്കിതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കിതൊന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഈ തക്കാളി നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് ഇതിലെ വെള്ളമെല്ലാം ഒന്ന് വറ്റി വരണം. അപ്പോൾ ഇതാ 5 മിനിറ്റ് മതി. നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ വറ്റിയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഉടയാണ്ട് കിടക്കുന്ന തക്കാളി ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. ഇത്രയും മതി.
ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ കൂണ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഈ കൂണിൽ തന്നെ നമുക്ക് വേവാൻ ആവശ്യത്തിന് വെള്ളമുണ്ട്. അപ്പോൾ അത്രയും മതി. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്കൊന്ന് മൂട് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇതാ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കൂണിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ലായിരുന്നു. കൂണിൽ നിന്നൊക്കെ നന്നായിട്ട് തന്നെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്ത് വീണ്ടും ഒരു 5 മിനിറ്റ് കൂടി നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് തയ്യാറാക്കി എടുക്കാം. ഇപ്പോൾ ഇത് 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കൂണിൽ നിന്നൊക്കെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് കാണാം. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനി നിങ്ങൾക്ക് ചാറ് വേണ്ട, ഈ ഒരു രീതിയിൽ മതിയെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതല്ല എങ്കിൽ ഈ ഒരു സമയത്ത് നമുക്കൊരല്പം തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ നമ്മുടെ കറിക്ക് ടേസ്റ്റ് കൂടും. അതുപോലെ തന്നെ നല്ല കുറുകിയ ചാറോട് കൂടിയ നമുക്ക് കറി തയ്യാറാക്കിയെടുക്കാം. റൈസിനും അപ്പത്തിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല കുറുകിയ ചാറോട് കൂടിയ കറി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം നമുക്ക് കറി തിളപ്പിക്കേണ്ട ആവശ്യമില്ല. കറി നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം കറി ഒന്ന് ചൂടായി വന്നാൽ മതി, തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മഷ്റൂം മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം, ചപ്പാത്തി, റൈസ്, ഇടിയപ്പം അങ്ങനെ എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷനാണ് ഈ മസാലക്കറി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് കൊടുത്താലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുകയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുതേ. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പിയായി വീണ്ടും വരുന്നത് വരെ ബായ്.